ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പൊട്ടറ്റോ വെച്ച് ഒരു പെപ്പർ റോസ്റ്റാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തോലെല്ലാം കളഞ്ഞ് ഞാൻ ഇതേ വലിപ്പത്തിലും നീളത്തിലുമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതേമാതിരി തന്നെ കട്ട് ചെയ്യുക. ഇപ്പോൾ എല്ലാ പൊട്ടറ്റോയും അതേപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർത്തൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾക്ക് വേണ്ടത് അതിലേക്ക് ഒരു അര ചെറുനാരങ്ങയുടെ നീര്, പിന്നെ 2 പച്ചമുളക്, 5 വെള്ളുള്ളി അല്ലി, ഒരു വലിയ സവോള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തു. ഇനി ഫ്രൈ പാൻ അടുപ്പിൽ വെക്കുക. എന്നിട്ടൊരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓയിലാണെങ്കിൽ ഓയിൽ ചേർക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂണ് കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾക്ക് സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ പച്ചമുളക് നമ്മൾ ഇതേമാതിരി നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളുള്ളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സവോളയുടെ ഇതളൊക്കെ ഒന്ന് വിട്ട് ശരിക്കും ഒന്ന് വഴന്ന് വരട്ടെ. ഈ ഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. കിഴങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പൊട്ടറ്റോ റോസ്റ്റ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. രാവിലെ 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് പണി കഴിയും. കുട്ടികളെ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ഇനി അതിലേക്ക് ആവശ്യത്തിന് പൊടിയുപ്പും കൂടി ചേർത്തു. അതുകൂടി ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. ആ ഉപ്പ്, എണ്ണ, പൊട്ടറ്റോയുടെ വെള്ളത്തിലൊക്കെ അതൊന്ന് വെന്തോളും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് തുറന്ന് നോക്കുന്നുണ്ട്. പൊട്ടറ്റോ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ സ്റ്റീലിൻ്റെ ഫ്രൈ പാൻ ആയതുകൊണ്ട് അടിയിൽ ലേശം ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മളൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 2-2.5 മിനിറ്റും കൂടി ഇതൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഏകദേശം ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇനി ചേർക്കുന്നത് ചിക്കൻ മസാല പൗഡറാണ്. അപ്പോൾ ഈ ചിക്കൻ മസാല പൗഡർ മാത്രം ചേർത്തിട്ട് ചെയ്യുമ്പോൾ ചിക്കൻ കഴിക്കുന്ന ഒരു രുചി ഉണ്ടാവും. കുട്ടികൾ നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ചിക്കൻ മസാല പൗഡർ ചേർത്തിട്ട് അതേപോലെ 1 മിനിറ്റ് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മസാലയൊക്കെ ഒന്ന് അതിൽ ശരിക്കും പിടിച്ചൊന്ന് വെന്ത് വരാനുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു, ഒരു 1/2 സ്പൂണ്. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി, അതായത് തരിതരിയായിട്ടുള്ള കുരുമുളക് പൊടി അത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അടിപൊളി പൊട്ടറ്റോ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയായി. കഴിക്കാൻ നല്ല രുചിയാണ്. രാവിലെ 10 മിനിറ്റ് കൊണ്ട് കഴിയും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തു. എന്നിട്ട് ഒന്നുകൂടി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ പൊട്ടറ്റോ ഒക്കെ കറക്റ്റായി നല്ലപോലെ വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒന്നുകൂടി രുചി വന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ റെസിപ്പിയാണ്. കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ഇതെല്ലാം ഇതേമാതിരി ആക്കിയിട്ട് ഒരു 5-6 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വയ്ക്കുക. ആവി ഒന്നുകൂടി കയറട്ടെ. 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അടിപൊളിയായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.